ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ തിരുവാതിരക്കല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് കൂവ വാങ്ങിച്ചിട്ട് ഞാനിപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് ഇതിനിപ്പോൾ ഇതുണ്ടോ, തൊലി പൊളിച്ച് ഇനി ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് ഇതിനെ മിക്സിയിൽ ചെത്തിയിട്ട് നന്നായി ചെറിയ ചെറിയ കഷ്ണമാക്കി ഞാൻ മിക്സിയിലാണ് കേട്ടോ അരയ്ക്കാൻ പോണത്. ഇതിപ്പോൾ ഒരു 2.5 കിലോനുണ്ട് കേട്ടോ. ഇത് ഒരു 100-200 രൂപയുടെ സാധനമാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ഇത്രയും തൊലി പൊളിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ നമുക്ക് നല്ലപോലെ കഴുകിയിട്ട്, ഇത് മണ്ണുള്ളതല്ലേ, അപ്പം നല്ലപോലെ കഴുകി എടുക്കണം. എന്നിട്ട് വേണം ഇതിനെ നമ്മൾ ഇത് ചെറുതായിട്ട് ചെത്തിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി തുണി കെട്ടി കലക്കി കുറച്ച് പണിയാണ്, പക്ഷേ എന്നാലും നമുക്ക് ആവശ്യത്തിന് പിന്നെ നമുക്ക് നല്ലതായിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചു. കടയിൽ നിന്ന് കിട്ടുന്ന പൊടി അത്ര നല്ലതാവില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത്. ഞങ്ങളിവിടെ വീട്ടിൻ്റെ അടുത്ത് പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കണം. അത് കഴിഞ്ഞ് കഴുകി ഉണക്കി നല്ല നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നമ്മൾ ഈ ഉണക്കി പൊടിയൊക്കെ വെള്ളത്തിനകത്ത് കലങ്ങി വരും. അപ്പോൾ പിന്നെ നമ്മൾ ഊറ്റിയെടുത്ത് തുണിയിൽ കെട്ടി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള പണിയാണ്. എന്നാലും ഇത് ഒറിജിനലായിട്ടുള്ള പൊടിയാണ്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ കാണിച്ചു. ഇതിപ്പോൾ ഉണങ്ങിയിട്ടില്ല, കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. ഇത്രയും പൊടി കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തിരുവാതിരയ്ക്ക് കുറച്ച് കുറുക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എടുത്ത് വയ്ക്കാം. എടുത്ത് വെച്ചപ്പോൾ പിള്ളേർക്കൊക്കെ നമുക്ക് വയറിളക്കം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പൊടി കുറച്ചെടുത്ത് നമുക്ക് കുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്ഷീണത്തിനും വയറിളക്കത്തിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒറിജിനലായിട്ട് നമ്മൾ വാങ്ങുന്ന പൊടിയെക്കാട്ടും നല്ല പൊടിയാണല്ലോ, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. പൊടിച്ചു ആട്ടിപ്പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത്. നല്ല ഇത്രയും പൊടി കിട്ടി. ഇതിൻ്റെ പേര് നിങ്ങൾ അറിയാത്തവർക്ക് ചിലർക്കൊക്കെ അറിയുമായിരിക്കും. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുണ്ടോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇത് ഇഷ്ടം പോലെ കിട്ടും. അപ്പം ഞങ്ങളിത് വാങ്ങിച്ചിട്ട് ഇത് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.